is the first question. This similar type of problem we already on the cheyidana. Consider the following circuit. Here negative. Here രണ്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. V plus V minus എന്ന് പറഞ്ഞ രണ്ട് സിഗ്നൽ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. Here it is V out. Okay. In this problem, you have to find R value. Question is, what is the value of R? Value of R in the circuit. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. If the voltage V plus and V minus are amplified by same amplification factor. Amplified by same amplification factor. നമ്മളിത് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തതാണ്. സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറും നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറും സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. ഓക്കെ, നമുക്കറിയാം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് RF/R1 ആണ്. അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അതിൻ്റെ ഫേസ് ചേഞ്ച് ആണ് -RF/R1. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് RF/R1 ആണ് അല്ലേ. അതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ആണെങ്കിലോ 1 + RF/R1 ആണ് അല്ലേ. 1 + RF/R1 ആണ്. ഓക്കെ, അപ്പം ഈ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് V മൈനസ് അപ്പം എന്തായിരിക്കും? അപ്പം V മൈനസ് കാണാനായിട്ട് V+ ഗ്രൗണ്ട് ചെയ്താൽ മതി. V+ൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കാണാനായിട്ട് V മൈനസ് ഗ്രൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. സോ ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് V മൈനസ്. അപ്പം V മൈനസ് കാണാനായിട്ട് V+ ഗ്രൗണ്ട് ചെയ്യുക. V+ ഗ്രൗണ്ടഡ്. അപ്പോൾ എന്ത് കിട്ടും? ഇത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിയിൽ മാത്രമേ സിഗ്നലുള്ളൂ. സോ ഈ ഇവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RF/R1 ആണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് V മൈനസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ is RF/R1. That is, in this problem, 22/10. 22/10. Okay. So this is the amplification factor of V minus. Then the amplification factor of V plus. Factor of V plus. Then V minus grounded. Grounded. So here the voltage, consider this voltage is Vx. Vs is the input voltage of this non-inverting terminal. What is Vx? Vx is equal to V plus into R plus 15. Isn't it? So the Vx is equal to V plus R plus 15K. This is Vx. This is the input voltage. This is the input voltage. And what is the amplification factor? Amplification factor AF V plus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Vx
1 plus RF by R1. This is the amplification factor of a non-inverting amplifier. That is 1 plus 22K by 10K. So this is 32K by 10K. 32 by 10. So we can say that this into Vx is the voltage, isn't it? So amplification factor എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഇൻപുട്ട് വി എങ്ങനെ ആംപ്ലിഫൈ ചെയ്തു എന്നുള്ളത് ഇൻറ്റു വി എക്സോടെയാണ്. ഓക്കെ, കാരണം എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വി പ്ലസിൻ്റെയും വി മൈനസിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. അപ്പോൾ അതിൻ്റെ വി പ്ലസ് എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ആംപ്ലിഫിക്കേഷൻ മൊത്തം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കിട്ടാൻ വി എക്സോടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് ഇൻറ്റു ദിസ് വി എക്സ് ഇൻറ്റു 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ് വിയുടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞത്, വി പ്ലസിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട്. So compare AF V plus equal to AF V minus. Compare ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? It is 22 by 10 is equal to 32 by 10 into Vx. Vx is equal to R by R plus 15K. So you can R plus 15, that is 22R plus 22 into 15, that is 330. 32R. So 10R is equal to 330K. So from that R is equal to 33. ഓക്കെ, ഇവിടെ എപ്പോഴും ചെയ്തു വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഗെയിൻ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം വി മൈനസിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ആർ എഫ് ബൈ ആർ വൺ ആയിട്ട് തന്നെ എടുക്കും. വി പ്ലസിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആയിട്ട് തന്നെ എടുക്കും. 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിയാവില്ല. കാരണം എന്താണ്, വി പ്ലസിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഈ ഇവിടെ വരുന്ന സിഗ്നൽ ഇൻറ്റു ദിസ് വോൾട്ടേജ് ആണ് വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം ഈ വോൾട്ടേജ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് മാത്രമാണ് നമുക്ക് ഇൻറ്റു 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ മാത്രമാണ് നമുക്ക് V0 എന്ന് പറഞ്ഞ് കിട്ടും. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 33K. സോ ഇതുപോലത്തെ ഇഷ്ടംപോലെ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കാണുക, അടുത്ത ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കാണുക. അങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. Then we can do next problem. This is very important problem. Find the duty cycle in percentage of the circuit. Okay. This is 8 sin t plus 4 voltage plus 12 minus 12
V0. So this is just a voltage comparator circuit. Okay, it will only compare which terminal voltage is higher. അപ്പം ഇതിനകത്ത് നോൺ ഇൻവേർട്ടിംഗ് വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഇൻവേർട്ടിംഗ് വോൾട്ടേജിനേക്കാളും കൂടുതലെങ്കിൽ ദിസ് ഔട്ട്പുട്ട് വിൽ ഗോസ് ടു +12 വോൾട്ട് പോസിറ്റീവ് വി സാച്ചുറേഷനിലേക്ക് പോകും. ഹിയർ അത് തിരിച്ചാണെങ്കിൽ -V സാറ്റിലേക്ക് പോകും. ഓക്കെ, സോ ഇത് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്ടി സൈക്കിൾ ഒരിപ്പം ഒരു സ്ക്വയർ വേവ് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് എ സ്ക്വയർ വേവ്. ഇതിൻ്റെ ഓൺ ടൈം എന്ന് പറയുന്നത് ദിസ് ടൈം ഈസ് ഓൺ ടൈം, ഹൈ ആയിരിക്കുന്ന ടൈം. ദിസ് ടൈം ഈസ് ഓഫ് ടൈം, ഓഫ് ആയിരിക്കുന്ന ടൈം. അപ്പോൾ ഓൺ ടൈം ഉണ്ട്, ഓഫ് ടൈം ഉണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയർ വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പം ഇവിടെ ടി ഓൺ ഉണ്ട്, ടി ഓഫ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഒരു സിഗ്നലിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. ടോട്ടൽ ടൈം പീരീഡ് ഈസ് ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഓൺ ആയിരിക്കുന്ന ടൈം ബൈ ടോട്ടൽ ടൈം പീരീഡ് ആണ്. സോ ദ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ആണ്. ഇൻ പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ബൈ പെർസെൻറ്റേജ് ആണ്. അപ്പം ഒരു എക്സാക്ട് സ്ക്വയർ വേവ് ആണ്, സ്ക്വയർ പൾസ് ആണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ 50% ആയിരിക്കും. കാരണം എന്താ, ടി ഓണും ടി ഓഫ് എന്ന് പറയുന്നത് സെയിം ടൈം പീരീഡ് ആയിരിക്കും, ടി ഓണും ടി ഓഫും. ഓക്കെ, സെയിം ടൈം പീരീഡ് ആണെങ്കിൽ ഹാഫ് ആയിരിക്കും അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ആയിരിക്കും ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സർക്യൂട്ടിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ കണ്ടുപിടിക്കാനാണ്. ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ പോലെയാണ്. ഇവിടെ ഗ്രൗണ്ട് ചെയ്തായിരുന്നെങ്കിൽ ഒരു സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആയിരുന്നു, പക്ഷേ ഇവിടെ ഒരു +4 വോൾട്ടേജ് ആണ്. സോ ഇത് വോൾട്ടേജ് കമ്പാരറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 8 sin t +4 വോൾട്ടേജുമാണ്. ഓക്കെ, അപ്പോൾ ഈ ടെർമിനലിലെ വോൾട്ടേജ് എപ്പോൾ ഈ +4നേക്കാളും കൂടുതലാവുന്നു, ദിസ് വിൽ ഗോസ് ടു +V സാറ്റ്, അതായത് +12 വോൾട്ടിലേക്ക് പോകും. എപ്പോൾ ഈ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് +4നും താഴെ ആവുന്നു, അപ്പം ഇത് -V സാറ്റിലേക്ക് പോകും. ഇപ്പോൾ ഇത് ഗ്രൗണ്ട് ആയിരുന്നെങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി പറയായിരുന്നു ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് 50% ആണ്. കാരണം എന്താ, 8 sin t ആണ്. സോ 8 വോൾട്ടേജ് മുകളിലേക്കും 8 വോൾട്ടേജ് താഴത്തേക്കും ഉണ്ടാവും. സോ ആ ടൈമിൽ +V സാറ്റിലേക്ക് പോകും. പോസിറ്റീവ് സൈക്കിളിൽ +V സാറ്റിലേക്ക് പോകും, നെഗറ്റീവ് സൈക്കിളിൽ -V സാറ്റിലേക്ക് പോകും. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് ഈ പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനിപ്പം ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ so this is +8 voltage, this is 8 sin t. Okay, this is 8 sin t signal. So this is -8 volt. We have a positive V reference. So this is +4 voltage and +4 voltage center right over. So the output, this is my V in, and the V out will be my V out. Initially നമുക്കറിയാം നെഗറ്റീവ് ടെർമിനലിൽ +4 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ് ടു +4, 0 to +4 വോൾട്ടേജ് വരെ ഇത് -V സാറ്റിലായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. കാരണം എന്താണ്, 8 sin t എന്ന് പറയുന്ന വോൾട്ടേജിനേക്കാളും കൂടുതലാണ് +4 വോൾട്ടേജ്. അപ്പോൾ 0 to 4 വരെ ഇത് -12 വോൾട്ടേജിലായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ ടേക്ക് this is -12 volt. അപ്പോൾ 0 to 4 വരെ -12 വോൾട്ടേജ് ആയിരിക്കും. 4 വോൾട്ടേജിന് ശേഷം ഇഫ് മൈ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഹയർ ദാൻ +4 വോൾട്ടേജ്, വാട്ട് വിൽ ഹാപ്പൻ, ദിസ് വിൽ ടോഗിൾഡ് ഇൻ ടു +12 volt. So it will goes to +12 voltage.
when the input voltage, consider this is 0 volt, input voltage crosses plus 12, no, plus 4 voltage. So up to this voltage വരെ plus 12 voltage ആയിരിക്കും. So this is plus 12 voltage and this is minus 12 voltage. Okay, so up to this value, this will be like that. So this will goes and this will goes like this, and so up to this value, this voltage continue, and again when the input voltage is higher than plus 4 voltage, again it goes like this. So this is the T on time and this is the T of time. From this circuit we know that T on time is lesser than T of time. So the duty cycle is of course lesser than 50%. പക്ഷേ എക്സാക്ട്ലി എത്രയാണ് വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 75, 50, 33, 25 എന്നൊക്കെയാണ് കൊടുത്തിരുന്നായിരുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് എക്സാക്ട്ലി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഫ്രം ദ ഫിഗർ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. ഈ ടൈം വി നീഡ് ടു നോ ദിസ് ടൈം. ഈ ടൈം എത്രയാണെന്ന് അറിയണം, ഈ ടൈം എത്രയാണെന്ന് അറിയണം. ഈ രണ്ട് ടൈം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ടി ഓൺ ടൈമും ടി ഓഫ് ടൈമും അറിയാം. സോ ദിസ് ഇസ് പൈ ആണെന്ന് അറിയാം, ദിസ് ഇസ് പൈ ആൻഡ് ദിസ് ഇസ് 2π. ഓക്കെ, അപ്പോൾ ഇത് ഈ ടൈമുകൾ എപ്പോഴൊക്കെയാണ് ഇത്, ഈ ടൈമിലാണ് ഇത് ഓൺ ആവുന്നത്, ഈ ടൈമിലാണ് ഓഫ് ആവുന്നത്, ഈ ടൈമുകൾ അറിയണം. ഓക്കെ, അപ്പോൾ ഈ ടൈമുകൾ അറിയാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്കറിയാം ഇവിടെ +4 വോൾട്ടേജ് ആണെന്ന് അറിയാം. അപ്പോൾ 8 sin t എന്ന് പറയുന്നത് +4 വോൾട്ടേജ് ആവുന്ന ആ ടൈം പീരീഡ് ആണ് അറിയേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് അറിയാനായിട്ട് നമുക്കറിയാം സിഗ്നൽ എന്ന് പറയുന്നത് 8 sin t ആണ്. അപ്പോൾ 8 sin t +4 വോൾട്ടേജ് ആവുന്ന ടൈം, ആ ടൈമാണ് T1 എന്ന് എടുക്കുന്നത്. ഓക്കെ, സോ sin T1 ഈസ് ഈക്വൽ ടു 8 sin T1 ഈസ് ഈക്വൽ ടു 4 വോൾട്ടേജ് ആവുന്ന ടൈം T1 ആണ് അറിയേണ്ടത്. സോ ഫ്രം ദാറ്റ് T1 എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. Sin inverse 1/2. That is sin inverse 1/2 is 5/6. So T1 is 5/6. So this time T1 is 5/6. അപ്പോൾ ഈ ടൈം 5/6 ആണെങ്കിൽ ഇത് പൈ മൈനസ് 5/6 ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ 0 to ഇതിനകത്താണ് ഇത് വരുന്നത്. ഈ ടൈം പീരീഡും കറക്റ്റ് ആണ്. സോ T2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സോ ഹെൻസ് T2 ഈസ് ഈക്വൽ ടു 5 മൈനസ് 5/6. ദാറ്റ് ഈസ് 5π/6. So T2 you can get 5π/6. Okay, so the T on time T1 and T2 രണ്ട് ടൈമുകൾ കിട്ടി. ഓക്കെ, ഈ രണ്ട് ടൈമുകൾ കിട്ടി. ഇനി എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പോൾ T on time എന്ന് പറയുന്നത് എത്രയാണ്? ഈ ടൈം 5π/6 മൈനസ് π/6 ആണ് T on time. So the T on time is 5π/6 minus π/6. That is 4π/6. That is 2π/3 ആണ്. 2π/3 ആണ് T on time എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് T on time കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ ഡ്യൂട്ടി സൈക്കിൾ. എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ദ ഡ്യൂട്ടി സൈക്കിൾ ഈസ് T on by the total time period.
ഇൻ പെർസെൻറ്റേജ് ആണ്. ടോട്ടൽ ടൈം പീരീഡ് എന്താണ്? ടോട്ടൽ ടൈം പീരീഡ് 2π ആണ് അല്ലേ? ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. കാരണം എന്താ, ഈ ഇവിടം മുതൽ ഇവിടം വരെയാണ് എടുക്കുന്നത്. അന്നേരം π/6 മുതൽ ഇവിടെ അടുത്ത π/6 വരെയാണ് എടുക്കുന്നത്. ദറ്റ് ഈസ് 2π തന്നെയാണ് അല്ലേ ടോട്ടൽ ടൈം പീരീഡ്, ഇതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഫ്രം ദാറ്റ് ഡ്യൂട്ടി സൈക്കിൾ ഈസ് 2π/3 by 2π in percentage, that is 1/3, sorry, 1/3. So duty cycle in percentage, duty cycle in percentage പറയുമ്പോൾ 33.33%. Clear? ക്ലിയർ ആയോ ഈ പ്രോബ്ലം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് അതിനകത്ത് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കൺസെപ്റ്റുകൾ അറിയണം. ഓക്കെ, എന്തൊക്കെ കൺസെപ്റ്റുകളാണ് അറിയേണ്ടത്? ആദ്യം ഡ്യൂട്ടി സൈക്കിൾ എന്താണെന്ന് അറിയണം. ഡ്യൂട്ടി സൈക്കിൾ T1/T ആണ്, ടോട്ടൽ ടൈം പീരീഡ് ആണ് ഡ്യൂട്ടി സൈക്കിൾ. ഇൻ പെർസെൻറ്റേജിലാണെങ്കിൽ ഇൻ പെർസെൻറ്റേജിൽ പറയുക. ദെൻ ഇതൊരു കമ്പാരറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം എന്താണ്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനേക്കാളും ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ -VSAT പോകും. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ +VSAT പോകും. അപ്പം അത്രയും കാര്യങ്ങൾ അറിയാം. +12ഉം -12ഉം ആണ് ഇതിനകത്ത് ഇതായിട്ട് വരുന്നത്, ഹൈ ആയിട്ട് വരുന്നത്. 8sin ആണ് നമ്മുടെ സിഗ്നൽ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോൾ +4നേക്കാളും കൂടുതലാവുന്നു അപ്പോൾ അത് +12 വോൾട്ടിലേക്ക് പോകും. എപ്പോൾ +4നേക്കാളും ഇൻപുട്ട് വോൾട്ടേജ് കുറയുന്നു, സൈനസോയിഡ് സിഗ്നൽ കുറയുന്നു, -VSAT പോകും. ദെൻ എന്തൊക്കെയാണ് കാണേണ്ടത്? ഈ ടൈം പീരീഡ് ആണ് കാണേണ്ടത്. അപ്പം +4 വോൾട്ടേജ് ആവുന്ന ടൈം പീരീഡ്, അത് ഏത് ടൈം പീരീഡ് ആണെന്ന് കാണും. അത് കാണുന്നത് 8sin T1 = +4 എന്ന് കൊടുത്താൽ മതി. T1 = sin ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് T1 π/6 ആണെന്ന് കിട്ടും. T1 π/6 ആണെങ്കിൽ അത്രയും ടൈം പീരീഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ +4 വോൾട്ടേജ് ഇത് സിമെട്രിക് ആയിട്ടുള്ളൊരു സിഗ്നലാണ്. സോ π - π/6 എന്ന് പറഞ്ഞാൽ 5π/6. അപ്പോൾ 5π/6 π/6 to 5π/6 ആണ് T1 ടൈം. സോ അതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 5π/6 - π/6, ദാറ്റ് ഈസ് 4π/6 ആണ്. ദാറ്റ് ഈസ് 4π/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2π/3 ആണ്. അത്രയും ടൈമാണ് ഓൺ ആയിട്ടിരിക്കുന്നത്. ഓഫ് ആയിട്ടിരിക്കുന്ന ടൈം, ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് T എന്ന് പറയുന്നത് 2π ആണ്. എൻ്റർ സിഗ്നലിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം 2π/3/2π ആണ് അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1/3 എന്ന് കിട്ടും. പെർസെൻറ്റേജ് പറയുമ്പോൾ 33.33% എന്ന് കിട്ടും. ഓക്കെ, പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലത്തെ പ്രോബ്ലംസും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ പഴയൊരു പ്രോബ്ലത്തിൽ നിന്ന് എടുത്തതാണ്. സോ ദിസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഓക്കെ, ഫൈൻ. We can go for another problem. ഈ പ്രോബ്ലത്തിനകത്തൊക്കെ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാതെ ഇരിക്കരുത് കേട്ടോ, ചോദിക്കണം. ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവാത്തത് ഏതെങ്കിലും പാർട്ടിലുണ്ടെങ്കിൽ ചോദിക്കണം. Determine output voltage. ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനാണ്. ഇത് ഡബിൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടാണ്. This is first operation amplifier A1. R. This is RL. This is the second operation.
This is R. R. This is my signal. Okay, this is a circuit, and here I have two operation amplifier A1 and A2, and I need to find this voltage. This is my output voltage, V out. That is the difference between V01, output voltage V01 and V02. അപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ A1ൻ്റെ A2ൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എൻ്റെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ്, RL ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ രണ്ടും സെയിം ആണ്. ഇവിടെ വിന് ഇവിടെ A1ലേക്കും വിനാണ് കൊടുക്കുന്നത്, A2ലേക്കും വിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? A1ൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുക. സോ ഫോർ A1 ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് V01 എന്ന് നോക്കുക. A1 ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാൽ V01 ബൈ ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. 1 പ്ലസ് RF ബൈ R1 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. 1 പ്ലസ് 4R ബൈ R, ദാറ്റ് ഈസ് 5 ആണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ V01 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 Vin ആണ്. ദാറ്റ് ഈസ് V01 ഈസ് 5 Vin. ഇനി A2ൻ്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, A2ൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് സിഗ്നൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് മൈനസ് RF ബൈ R1 ആണ്. സോ V02 ബൈ Vin എന്ന് പറയുന്നത് മൈനസ് RF ബൈ R1 ആണ്. ദാറ്റ് ഈസ് മൈനസ് 2R ബൈ R ആണ്. ദാറ്റ് ഈസ് V02 എന്ന് പറയുന്നത് മൈനസ് 2 Vin ആണ്. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് വോൾട്ടേജ് ഓർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് V01 മൈനസ് V02 ആണ് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V out ഈസ് ഈക്വൽ ടു V01 മൈനസ് V02, ദാറ്റ് ഈസ് V01 ഈസ് 5 Vin, V02 ഈസ് മൈനസ് 2 Vin, ദാറ്റ് ഈസ് V0 ഈസ് 7 Vin. Out is equal to 7 Vin, and if I find the gain V out by Vin ആണ്, entire gain of the circuit എന്ന് പറയുന്നത് 7 ആയിരിക്കും. Overall gain of the circuit. Okay, clear. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു അത്. പ്രോബ്ലം ചെയ്യാം. Q4. In the circuit, output voltage V0 is equal to minus V1 plus V2 divided by 2. Output voltage തന്നിട്ടുണ്ട്. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. Okay. Then the ratio R1 divided by R2 is, ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്കിൽ R1 divided by R2, R1 R2 അൺനോൺ ആയിരിക്കും. ആ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ V1 R minus
V out. This is R1 and this is R2 and this is V2. Okay, you have to find the ratio of R1 divided by R2. This is R. Okay, and the output voltage V0 is equal to minus V1 plus V2 by 2 ആണെന്ന് തന്നിട്ടുണ്ട്. Okay. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ അതിനകത്ത് consider this node is X ആയിട്ട് എടുത്താൽ മതി. അതിൻ്റെ വോൾട്ടേജ് Vx. And this node എന്ന് പറയുന്നത് Y ആയിട്ട് എടുത്താൽ മതി, Vy. You can take A or B, anything. ഏതെങ്കിലും നോഡായിട്ട് എടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ Vx എന്ന് പറയുന്നത് എന്താണ്? സോ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് V1 പ്ലസ് V2 by 2 ആണ് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പം R1ൻ്റെ R2ൻ്റെ ഫോമിലേക്ക് ആക്കുക. അതിൽ നിന്ന് R1 by R2 കണ്ടുപിടിക്കുക. അതാണ് എൻ്റെ എയിം, ഈ പ്രോബ്ലത്തിലെ എയിം എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി Vxൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് മൈ Vx എന്ന് പറയുന്നത് എന്താണ്? V2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇനി Vyൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ? Vyൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അപ്ലൈ KCL അറ്റ് Vy. നോഡ് Yൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Vy മൈനസ് Vy മൈനസ് V1 ഡിവൈഡഡ് ബൈ R പ്ലസ് Vy മൈനസ് V0 ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു 0. ഓക്കെ, that is Vy 2Vy minus V1 divided by R is equal to V0 by R. അതിൽ നിന്ന് നമുക്ക് കിട്ടും 2Vy minus V1 is equal to V0. R എല്ലാം ക്യാൻസൽ ആയി പോവും. ഓക്കെ, ദിസ് വിൽ ബി ദ ഇക്വേഷൻ 2. അപ്പം ഇങ്ങനെയാണ് കിട്ടുക. ദിസ് ഇസ് ഇക്വേഷൻ 2. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഗിവൺ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? മൈനസ് V1 പ്ലസ് V2 by 2. ഓക്കെ, ഗിവൺ V0 ഈസ് ഈക്വൽ ടു മൈനസ് V1 പ്ലസ് V2 by 2 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ കമ്പയർ വിത്ത് ദിസ് ഇക്വേഷൻ. നമുക്ക് കിട്ടിയ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഇവിടെ രണ്ടും V1 ഉണ്ട്. സോ 2Vy എന്ന് പറയുന്നത് V2 by 2 ആണ്. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് 2Vy ഈസ് ഈക്വൽ ടു V2 by 2 ആണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം Vx ഈക്വൽ ടു Vy തന്നെയാണ്. നമ്മൾ ഓൾറെഡി Vx കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? Vxും Vy സെയിം ആണ്. ഓൾറെഡി നമ്മൾ V2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സോ അതിൽ നിന്ന് കിട്ടും 2Vy 2V2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു V2 by 2. So V2 term will cancel. This is 2 4 R2. That is from that R1 by R2 2 4 3 will get. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ബിക്കോസ് ദിസ് 2 4 ഇവിടെ 4 വരും, 1 by 4 വരും. ദാറ്റ് ഈസ് 4 R2 ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നിങ്ങൾ R1 by R2 കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഓൾറെഡി V0 തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ V0 എത്തിക്കുക, അതിൻ്റെ രണ്ട് കമ്പയർ ചെയ്യുക.
കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അൺനോൺ കണ്ടുപിടിക്കാനുള്ള ആൻസർ ഇത് കിട്ടും. ഓക്കെ, ക്ലൂ കിട്ടും. സോ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ നിങ്ങളൊന്നുകൂടെ ചെയ്ത് നോക്കുക, ആൻസറിലേക്ക് എത്തുന്നുണ്ടോയെന്ന്. ഓക്കെ, ഞാനിപ്പം പറയാത്തത് പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് the current through one K. Okay, find the current through 1K. Plus 1 voltage. This is the 1K, and you have to find the current flowing through this 1K. Plus 2 voltage. So you have to find the current flowing through the 1K. Okay. അപ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ 1K കാണാൻ എന്താ കാണേണ്ടത്? ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടാൽ മതി. കൺസിഡർ ദിസ് ഈസ് V01 ആൻഡ് V02 കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V01 മൈനസ് V02 ഡിവൈഡഡ് ബൈ 1K ആണ് ഇതിലൂടെ പോകുന്ന കറണ്ട്. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെ V01 എങ്ങനെ കിട്ടും? V01 എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 2 വോൾട്ടേജ് ഇൻറ്റു 1 പ്ലസ് 2R ബൈ R എന്ന് കിട്ടും V01. ആൻഡ് വാട്ട് ഈസ് V02? 1 ഇൻറ്റു 4 മൈനസ് 4R ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു V02. ദാറ്റ് ഈസ് V01 മൈനസ് V02 എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഞാനത് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഫൈൻ. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യും. ഓക്കെ, ക്യാൻ ഡു നെക്സ്റ്റ് പ്രോബ്ലം. അത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് ആണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ദിസ് വൺ ഈസ് an important problem, very important. അടുത്തൊരു വേറൊരു കൺസെപ്റ്റ് പ്രോബ്ലമാണ്. Draw the transfer curve of the circuit. ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആണ്. ഓക്കെ, plus 20 voltage. This is V in R. This is 4R. D2 .
is D1. Okay, you have to draw the transfer curve of the circuit. ഈ സർക്യൂട്ടിൻ്റെ ട്രാൻസ്ഫർ കർവ്, ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റിലേഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. ആ കർവ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ദിസ് ഇസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. കാരണം ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് ഡയോഡുകളും കൊടുത്തിട്ടുണ്ട്, D2 D1 എന്ന് പറയുന്ന രണ്ട് ഡയോഡുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ സിഗ്നലൊന്നും കൊടുക്കാത്തപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇപ്പോൾ വീനൊന്നും കൊടുക്കാത്തപ്പം എന്തായിരിക്കും അവസ്ഥ? വീനൊന്നും കൊടുക്കാത്തപ്പോൾ എനിക്കിവിടെ +20 വോൾട്ടേജ് ആണുള്ളത്. അതായത് ഇൻവെർട്ടിംഗ് ടെർമിനൽ +20 വോൾട്ടേജ് ആണുള്ളത്. സോ ഇതൊരു ഇൻവെർട്ടിംഗ് ടെർമിനലായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വോൾട്ടേജ് ആയിരിക്കും, നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് അല്ലേ? അത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ഇൻവെർട്ടിംഗ് ടെർമിനലാണ് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ഇവിടെ വീനൊന്നും കൊടുത്തിട്ടില്ല. വീൻ എന്ന് പറയുന്ന ഒരു സൈനസോയിഡൽ സിഗ്നലാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പം എനിക്ക് എന്ന് പറയുന്നത് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ if my output voltage is a negative voltage, D2 will conduct because negative കാഥോഡിലേക്കാണ് D2ൻ്റെ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. What about D1? D1 ഈസ് ഓപ്പൺ സർക്യൂട്ട്. D1 ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 വോൾട്ടേജ് ആയിരിക്കും. കാരണം ഇത് ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടാണുള്ളത്. സോ 0 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ എൻ്റെ 0 സിഗ്നലിൽ എന്തായിരിക്കും? 0 വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. കാരണം ഈ D1 എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഇനി പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താലോ? പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ സിമിലർ ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ പിന്നെയും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, എപ്പോഴാണ് എനിക്കൊരു ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്? എപ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ മാത്രമേ എനിക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുള്ളൂ. എപ്പോഴാണ് D1 കണ്ടക്ട് ചെയ്യുന്നത്? D1 കണ്ടക്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് സൈക്കിൾ വരണം. ആ നെഗറ്റീവ് സൈക്കിളിൻ്റെ വോൾട്ടേജ് ഇതിനെ എക്സീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് ആയിരിക്കണം ഈ പോയിന്റിൽ വരുന്നത്. എൻ്റെ ഈ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരുന്ന ഒരു നെഗറ്റീവ് സിഗ്നൽ ആയിരിക്കും. ആ നെഗറ്റീവ് സിഗ്നൽ വരണമെങ്കിൽ എന്താ ചെയ്യുക? ഈ വോൾട്ടേജിനെ എക്സീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് ആയിരിക്കണം ഈ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം -20 കൊടുക്കേണ്ട വരുമോ? കാരണം -20 കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇവിടെ 4R റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് +20 വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ R വെച്ചിട്ടാണ് +20 വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D2 will not conduct, isn't it? This D2 will not conduct and D1 will conduct. Okay, so in the case of a negative cycle which exceeding ഈ വോൾട്ടേജിനെ എക്സീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പം ഞാൻ അത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ അന്നേരം ആ സർക്യൂട്ടിൽ എന്തായിരിക്കും? ഇൻ പോസിറ്റീവ് സൈക്കിൾ, ഇൻ 0 voltage and positive cycle of input 0 ആണെങ്കിലും പോസിറ്റീവ് സൈക്കിൾ ആണെങ്കിലും the circuit voltage V0 will be 0 voltage. Why? D1 is open. If D1 is open, there will be no voltage at the output. എപ്പോൾ D1 ക്ലോസ് ആവുന്ന, എപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് വരുന്നു, ഇവിടെ പോസിറ്റീവ് വരണമെങ്കിൽ അവിടെ നെഗറ്റീവ് വരണം. കാരണം ഇൻവെർട്ടിംഗ് ടെർമിനലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇൻ നെഗറ്റീവ് സൈക്കിൾ വിച്ച് exceeds the influence of +20 voltage, അതിന് ചെയ്തു കഴിഞ്ഞാൽ then the circuit will be സർക്യൂട്ട് എന്ന് പറയുന്ന D2 ഓപ്പൺ ആയിരിക്കും, D1 ക്ലോസ്ഡ് ആയിരിക്കും. സോ I can replace the circuit like this. So I can redraw the circuit as negative, positive is grounded, and here you can have a +20 voltage, and this is 4R, this is R, and this is my V. R
circuit can be redrawn like this. This open ആണ്, ഇത് closed ആണ്. So it will be like this. Circuit can be redrawn like this. So in this point, if we apply, consider this point is A, apply KCL apply ചെയ്തുകഴിഞ്ഞാൽ VA minus 20 divided by 4R plus VA minus Vin. Here this Vin should be a minus voltage. Okay, എന്നാൽ മാത്രമേ ആവുള്ളൂ, അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. VA minus Vout divided by R is equal to 0. Here VA is 0 because this one is 0, VA is 0. Here VA is 0. Okay. So from that we will get minus 20 divided by 4R minus Vin divided by R is equal to Vout by R. Okay. So minus 20 divided by 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ minus 5 minus Vin is equal to Vout. Okay. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് സംഭവിക്കുന്നത്? Whenever the Vin is greater than, ഇപ്പോൾ Vin minus 5 voltage, if Vin is minus 5 voltage, then Vout is 0 volt. If Vin is minus 6 voltage, then Vout is 1 voltage. Minus 5 minus 6 is 1 voltage. Like that, Vin is minus 10 voltage, then Vout is 5 voltage. It will be like this. Okay. അപ്പോൾ ഇനി എങ്ങനെ Vin minus 5നേക്കാളും കൂടുതലാവുന്നു, അപ്പോഴേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് വയ്ക്കും. അപ്പം Vin minus 5നേക്കാളും താഴെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലോ, അപ്പം Vin is equal to minus 4 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. minus 4 വോൾട്ടേജ് ആണെങ്കിൽ എൻ്റെ Vout എന്തായിരിക്കും? നമ്മുടെ ഇതനുസരിച്ച് കിട്ടേണ്ടത് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ്, അല്ലേ? ഇപ്പം എൻ്റെ Vin എന്ന് പറയുന്നത് minus 4 വോൾട്ടേജ് ആണെങ്കിൽ I got plus 1 voltage. Vout will be plus 1 voltage. But you will not get a positive voltage. Because എന്തുകൊണ്ടാണ് പോസിറ്റീവ് വോൾട്ടേജ് കിട്ടില്ലാത്തത്? പോസിറ്റീവ് വോൾട്ടേജ് കിട്ടില്ല എന്ന് പറയാൻ കാരണം അപ്പോൾ ഈ ഡയോഡ് D1 ഓപ്പൺ ആവും, പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ട്, അല്ലേ? സോ ആ സമയത്ത് നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് നെഗറ്റീവ് വോൾട്ടേജ് കിട്ടില്ലാത്തത്. ഓക്കെ, Vin is equal to minus 4 വോൾട്ടേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? minus 5 പ്ലസ് minus 4 എന്ന് പറയുന്നത് plus 4 ആണ്. അപ്പോൾ മൈനസ് വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഒരിക്കലും ഈ സർക്യൂട്ടിൽ നിന്ന് മൈനസ് വോൾട്ടേജ് കിട്ടില്ല. കാരണം എന്താണ്? മൈനസ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ D1 ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ സർക്യൂട്ട് അല്ല കിട്ടുന്നത്, നമുക്ക് Vout എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ കർവ് എങ്ങനെ വരയ്ക്കാം? ട്രാൻസ്ഫർ കർവിനനുസരിച്ച് പോസിറ്റീവ് സൈക്കിൾ വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. സോ ഇൻ ട്രാൻസ്ഫർ കർവ് is the relation between the input voltage and our output voltage. So like this, consider this is plus Vin, this is minus Vin, this is plus Vout, and this is minus Vout. So in the positive cycle, I will give another, there will be no voltage, so this will be 0. Negative cycle, up to minus 5 voltage, there will be no output voltage. After that what will happen? minus 6 voltage ആയി കഴിഞ്ഞാൽ 1 voltage ആവും. minus 6 ആയി കഴിഞ്ഞാൽ 1 voltage ആവും. It will be like that. So my transfer curve will be look like this. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this is minus 10 voltage ആണെങ്കിൽ this will be plus 5 voltage. So this will be my transfer curve. Clear ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണ് വരുന്നതെന്ന്? ഓക്കെ, നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവുന്നുണ്ടോയെന്ന്. Okay.
another problem, ഒരു പ്രോബ്ലം കൂടി നോക്കാം. Draw the transfer curve of the following circuit. Consider diodes having a cut-in voltage of 0.7 voltage. Cut-in voltage ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയാസ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ പോരാ, 0.7 വോൾട്ടേജിനേക്കാളും കൂടുതൽ ഒരു വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. നമ്മൾ ഇതുവരെ ഐഡിയൽ ഡയോഡിൻ്റെ കേസിലാണ് എടുത്തത്. ഐഡിയൽ ഡയോഡ് ഇൻ ഫോർവേഡ് ബയാസ് ഈവൻ ഒരു സ്മോൾ പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ബയാസ് ആവും എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രാക്ടിക്കൽ ഡയോഡ് ആഫ്റ്റർ എ കട്ട് ഇൻ വോൾട്ടേജ് ദ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. 0.7 വോൾട്ടേജോടെ അപ്പം കട്ട് ഇൻ വോൾട്ടേജോടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണത്. ഇത്രയും നേരം നമ്മൾ ഐഡിയൽ കേസാണ് എടുത്തത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ സർക്യൂട്ട്. നെഗറ്റീവ്, പോസിറ്റീവ്, ആർ, വീൻ, നിങ്ങളിതിൻ്റെ ട്രാൻസ്ഫർ കർവ് വരയ്ക്കും. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് വരച്ച് നോക്കുക, എന്നിട്ട് ആൻസർ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക ഇതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, എന്താണ് ട്രാൻസ്ഫർ കർവ്, എങ്ങനെയാണ്, ഇതിനകത്തൊരു കട്ടിൻ വോൾട്ടേജ് അവിടെ ഉണ്ട്. കട്ടിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രമേ ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതുവരെ അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് വീക്ക് നമ്മൾ അടുത്ത ബേസിക് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരെ നിങ്ങൾക്ക് ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രോബ്ലംസും ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.